ഈ അച്ചാർ എന്നുള്ള പേരിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതായത് ഒരു ആറിന്റെ കൂടെ 2, 3 ആറിട്ട് കഴിഞ്ഞാല് ഡബ് ചെയ്യുന്നതാണ് ട്രോളുകൾ ഇഷ്ടമാണ്, ആസ്വദിക്കാറുണ്ട്. ഞാൻ എനിക്ക് ഇന്നെ തന്നെ ട്രോൾ ചെയ്യണമെന്ന്. ഞാൻ ചെറുപ്പത്തിലെ കളിയാക്കി കൊന്നും കൊല വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിന്റെ മാക്സിമം എടുത്തൊരു ആളായതുകൊണ്ട് എനിക്ക് അതിലൊരു കുഴപ്പമൊന്നുമില്ല. കലർത്താൻ പറ്റൂല. എന്നാലും ഡബ്സിനപ്പോ ഞങ്ങൾക്ക് സിനിമ കാണാൻ പറ്റും. ഒരു നായകൻ അല്ലെങ്കിൽ ഒരു വില്ലൻ. ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ കൊറേ പടം കിട്ടിയിരുന്നു. സത്യം ഇനിത് തള്ളാം അങ്ങനെ വിചാരിക്കരുത്. അഭിനയിക്കാൻ പേരൊന്നും വെളിപ്പെടുത്താൻ കഴിയില്ല. 2, 3, 4 പടം റീസെന്റ് ഇപ്പോഴുള്ള പടത്തിന് എന്നെ വിളിച്ചു. ചെറിയ വേഷങ്ങളായിട്ടും അല്ലെങ്കിൽ ഒരു ഡോണായിട്ടൊരു പടത്തെ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. ഇന്റർവ്യൂ തന്നെ വളരെ കുറവ്. ഐ തിങ്ക് ഒരു 1 year ആഫ്റ്റർ ഒച്ചാർക്കെല്ലാം കൊടുക്കുകയും ഫാസിലും ഡബ്ബയും ഡബ്സിയും ഒക്കെ ആൾട്ടർ ഈഗോ എനിക്ക് ആവാലോ. ഡിസ്നി ഇത്ര ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 10 ക്യാരക്ടർ ഉണ്ടായിക്കോളെ. മാക്കും അല്ല എനിക്കും ഇപ്പോഴും അറിയില്ല എന്താണ് ഈ റാപ്പ് ഹിപ്പ് ഹോപ്പ് എന്നുള്ളതിൽ. എനിക്ക് പഠിച്ചൊരാൾ അറിയില്ല, ഉള്ള പോലെ പറയുന്നുണ്ടെന്ന്. വളംതക്ക സമയത്ത് ഇറങ്ങി കഴിച്ചിലായി എന്താ പറയാ വാപ്പന്നിട്ട് 50 മില്യൺ 30 മില്യൺ 10 മില്യൺ. ഇപ്പം എന്നും ഈച്ചിലേക്ക് മരുഭാഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് പുള്ളിന്റെ വാപ്പ ബേബി ജീൻ വേടൻ ലിൽ പയ്യൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ചെമ്പരത്തി പാട്ടുകളും തരിക. അതായത് ഒന്നാം കണ്ടിട്ട് എടുക്കുന്നു ചിങ്ങോട് വാടാ നടുപ്പേജ് കീറി. അപ്പൊ ഞാൻ നടുപ്പേജ് കീറി വാട നല്ലോണെങ്കിൽ ഒരു വാങ്ങൽ പ്രേമാണെങ്കിലും തല്ലാണെങ്കിലും ഇത് കൊടുത്താൽ മേടിക്കുക എന്നുള്ളൊരു സാധനമാണ്. മിർച്ചി സ്റ്റാർ പഞ്ചിൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു സോങ് റൈറ്ററാണ്, റാപ്പറാണ്, സിംഗറാണ്, നല്ലൊരു മനുഷ്യനാണ് അല്ലേ? ബ്രോ, വെൽക്കം ടു മിർച്ചി സ്റ്റാർ പഞ്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ നേരിട്ടടുത്ത് കാണുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കണ്ടില്ലേ? കണ്ടു. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പത്തെ ട്രെൻഡിങ് സാധനത്തിനെ കുറിച്ചാണ് തുടങ്ങാം. അച്ചാറിനെ കുറിച്ചാണ് ചോദിച്ചു തുടങ്ങാം. അച്ചാർ ഓക്കെ. ഇപ്പം ലാസ്റ്റ് ഇറക്കിയ പാട്ട് അച്ചാർ കുറെ ഇറക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് ഇറക്കണം. ഇറ്റ്സ് ലൈക്ക് 1 വർഷം 1.5 വർഷമൊക്കെ ആയി എഴുതി പരിപാടിക്കായി. അച്ചാറ് മാസപ്പിൽ ഓൾറെഡി ഞാനിപ്പോ ഒരു 2 ഇയറിന്റെ അടുത്തായിപ്പോ വർക്ക് ചെയ്യണം. ഒരു വലിയ താങ്ക്സ് ആണ് അവരോടൊക്കെ പറയാനുള്ളത്. അതുപോലെ തന്നെ എസ്പെഷ്യലി രൺബീർ പുള്ളിക്കാരനാണ് നമ്മളെ പിന്നെ എന്റെ പ്രൊഡക്ഷൻ കമ്പനി എല്ലാരും കൂടി ചേർന്ന ഒരു പരിപാടി ട്രൈ ചെയ്ത് നോക്കി. രണ്ടുപേരെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, ഒന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കും രൺബീർ കപൂർ എന്നും പറഞ്ഞു കണ്ടു. രൺബീർ കപൂറോ ബോളിവുഡ്? അത് എനിക്കും ഫസ്റ്റ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരനാണ് ഇപ്പൊ ഈ ഒരു മാസപ്പിലാണെങ്കിലും ഒരുപാട് ഋഷിറോയ് ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ പോസിബിലിറ്റീസിലേക്കുള്ള അല്ലെങ്കിൽ നമ്മളൊരു ബ്രിഡ്ജ് എന്ന് പറയാൻ സൗത്ത് സൈഡ് ഓറിയന്റഡ് ഒരുപാട് ലേബൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലേബൽസുകളെ കുറിച്ചിട്ട് ആർട്ടിസ്റ്റുകൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഈ ഒരു മ്യൂസിക്കൽ ജേണിയിൽ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു വലിയ എൻ്റെ ഇറ്റ്സ് ലൈക്ക് ഹോം എന്ന് ഞാൻ ജസ്റ്റ് അത് ഇറങ്ങണതിന് മുന്നൊക്കെ മെൻഷൻ ചെയ്തു. അത് ഭയങ്കര സീരിയസ്ലി എനിക്ക് തോന്നിയൊരു കാര്യം ആ ഒരു ഏരിയയിൽ നമ്മളെ കണ്ടന്റ് കേരളത്തിൽ നിന്ന് വിട്ട് മറ്റുള്ള കൺട്രികളിലേക്ക് ട്രാവൽ ചെയ്യാനൊക്കെ എൻ്റെ പല കണ്ടന്റുകളും അങ്ങനെ ട്രാവൽ ചെയ്ത പാട്ടുകളുണ്ട്. അപ്പം അതിനൊക്കെ മെയിൻ ഒരു റീസൺ ഈ പറഞ്ഞ എന്താ പറയുക നമ്മൾ പാർട്ട്ണർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ലേബലുകൾ അല്ലെങ്കിൽ അത് ഹോമാണ് ശരിക്കും. അപ്പം അങ്ങനെ പറയുമ്പോൾ മാസപ്പിൽ വലിയൊരു ഒരു റെവല്യൂഷനാണ് ഈ ഒരു കഴിഞ്ഞ കുറച്ച് പീരീഡിൽ കൊണ്ടുവന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്ത്. ഇപ്പോൾ ബേബി ജിന് വേടൻ, ഞാൻ അതുപോലെ തിരുമാലി, MC കൂപ്പർ, കുറെ ആർട്ടിസ്റ്റുകളായിട്ട് അവര് വർക്ക് എല്ലാ ലേബിലും വർക്ക് ചെയ്യുന്നു. പക്ഷെ മോസ്റ്റ്ലി ഐ വർക്ക് വിത്ത് മാസപ്പിൽ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൗഡ് ഉണ്ട്. നാസ് എന്ന് പറയുന്ന അത്രയും വലിയൊരു ഇന്റർനാഷണൽ അടിപൊളിയായിട്ടുള്ള ഒരു റാപ്പറാണ്. ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്ത റാപ്പറാണ്. പക്ഷെ പുള്ളിക്കാരന് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലേബലിൽ എനിക്ക്, അതുപോലെ തന്നെ മലബാർ, എനിക്ക് എൻ്റെ കേരളം അല്ലെങ്കിൽ ഇതിനൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് പ്രൊജക്റ്റുകൾ ഇറക്കാൻ കഴിയുന്നതിൽ ഭയങ്കര അധികം സന്തോഷം. ഞാൻ രണ്ടാമത്തെ ആള് വൈത്തന്ത.
യങ് തന്ത അഥവാ വൈത്തന്ത. യങ് തന്ത. ആരാണത്? ഞാൻ ആദ്യം ഇപ്പൊ രൺബീർ കപൂർ എന്ന് പറയുമ്പോ ബുദ്ധി കൊണ്ട് ഇട്ടാലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങള് തമാശക്ക് ഇങ്ങനെ രൺബീർ അങ്ങനെ പലതും ഒക്കെ വിളിച്ചു കളിയാക്കും മോൻ വരുമ്പോഴും. അപ്പം രൺബീർ കപൂർ എന്നുള്ള ആ ഒരു സാധനം ഓൻ തന്നെ ക്ലിയർ ചെയ്തതിന്റെ പേര് തന്നെയാണ് കറക്റ്റ്. എന്താ വേറെ ആർക്കും ഉണ്ടായിക്കൂടെ അങ്ങനെയൊക്കെ ഉള്ളൊരു യങ് തന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വയസ്സാവാത്തൊരു തന്തനെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിച്ചത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ മമ്മൂക്കും ഇവരൊക്കെയാണ് വയസ്സാവാത്ത യങ് തന്ത എന്നുള്ളതുകൊണ്ട് വെച്ചാല് ഫോർ എവർ ആ ഒരു യങ് എനർജി ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സ്പ്രഷൻ എന്നിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് കൂടെയുള്ള വ്യക്തികൾക്കായിട്ട് ആ ഒരു സർക്കാസ്റ്റിക്കൽ അല്ലെങ്കിൽ ആ എല്ലാവരും ഒരു പക്ഷെ ചൂടാവണം അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആണ് ചങ്ങായി ഭയങ്കര അത് നമ്മൾ കൂടെ ജീവിക്കാത്ത വ്യക്തികൾക്ക് ഒരിക്കലും പോയിന്റ് ഓഫ് ചെയ്ത് പറയാൻ കഴിയില്ല. റീസൺ ആരും ജീവിച്ചിട്ടില്ലല്ലോ കൂടെ. അപ്പൊ അങ്ങനെ എന്റെ ഇന്റേണൽ വേർഷൻ ആണിത് യങ് തന്ത. ഇപ്പം ഫാസിൽ ആഫ്റ്റർ ഡബ്സി എന്ന് പറയുന്നത് എന്റെ ഒരു ഫിക്ഷണൽ എന്റെ റിയൽ നെയിം വരുന്നത് മുഹമ്മദ് ഫാസിൽ. അപ്പൊ അതിൽ നിന്ന് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മിന്നൽ മുരളി പറഞ്ഞ ക്യാരക്ടറാണ് ഡബ്സി ആക്ച്വലി. അപ്പൊ ഡബ്സിനെ കേരളം വിട്ടു ഇന്ത്യ വിട്ടു അല്ലെങ്കിൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അപ്പൊ മൂപ്പരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏത് ജോണർ ഓഫ് മ്യൂസിക്കും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഫാസിലിന്റെ എക്സാക്ട്. പക്ഷെ ഈ യങ് തന്ത എന്ന് പറയുന്നോണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അയാള് പറയും, അയാള് കുരക്കും, അയാള് കടിക്കും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമുള്ള ഒരു നാട്ടിൻപുറം ഒരു കൾട്ട് തന്ത വിത്ത് എ യങ് മൈൻഡ്. അതാണ് പ്രോസസ് ചെയ്ത് ആൻഡ് അൾട്ടിമേറ്റ് ലോക്കലാണ് ആള്. അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഫാസിൽ. That is what യങ് തന്ത. ഫാസിലും ഡബ്ബയും ഡബ്സിയും ആൾട്ടർ ഈഗോ എന്താവാലോ. ഡിസ്നി ഇത്ര ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 10 ക്യാരക്ടർ ഉണ്ടായിക്കൂടെ. അപ്പൊ നമ്മുടെ ഈ അച്ചാർ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു തീം എന്താണ് ശരിക്കും? അച്ചാറ് ചിലര് ഇപ്പൊ യങ് തന്തയാണ് ഡിസ് അല്ലെങ്കിൽ എഗെയിൻസ്റ്റ്. അതില് യങ് തന്ത എന്നുള്ള ക്രിയേഷൻസിൽ ഹോണസ്റ്റ്ലി ഇപ്പൊ അച്ചാർ എന്നുള്ള ഒരു സംഭവം കൊണ്ട് യങ് തന്ത പറയുന്നത് പലതും ഡബ്സിയുടെ നാടായിരിക്കാം അല്ലെങ്കിൽ ഡബ്സിനെ കുറിച്ചിട്ടുള്ള ഇത് ആ ഒരു സംഭവമല്ല. ഫാസിൽ എന്നുള്ള ഒരു ക്യാരക്ടർ ജനിച്ചു വളർന്ന നാട്. ഇപ്പൊ ഞാൻ അച്ചാർ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ജനിച്ച കിഴിക്കര എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് പോത്തി നോക്കാൻ പോയി അല്ലെങ്കിൽ ഞാൻ ചെയ്ത എൻ്റെ യൗവനകാലം അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പക്കാലത്ത് ഇപ്പോൾ ഞാൻ ചെറുപ്പക്കാരനാണ് അറിയില്ല 34 വയസ്സ്. പക്ഷെ എന്നാലും ആ ഒരു സ്കൂൾ ടൈമിങ്ങിലൊക്കെ എടുത്ത പണികളൊക്കെയാണ് ഇപ്പൊ അച്ചാറിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു നാട്ടും പുറത്ത് ജീവിച്ച ഒരു കിഡിന് എല്ലാ ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ വന്നെത്തിയ ഒരവസ്ഥയിൽ ഏറ്റവും ഞാൻ ജീവിച്ചു വളർന്നതിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പൈസ ആയിട്ടുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടിയ ഞാൻ അടുത്ത പണിയാണ്. അപ്പൊ അതാണത്. ഫാസിലിന്റെ ലൈഫാണ്, ചൈൽഡ്ഹുഡാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു +2 ഡിഗ്രി വരെയൊക്കെ ഉള്ള സമയമാണ് അച്ചാറിൽ മെൻഷൻ ചെയ്തിരിക്കും. പക്ഷെ അതില് എഴുതപ്പെട്ട ആ ഒരു ഏരിയ നോക്കുമ്പോ എല്ലാവർക്കും അത് മനസ്സിലാവണമെങ്കിൽ അതിൽ സംതിങ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറയണല്ലോ. എനിക്കിപ്പോ ഞാൻ ഓൾറെഡി മലബാർ ആ ഒരു സ്ലാങ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായ സാധനം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ പേര് അങ്ങോട്ട് സഹായിച്ചു. അതായത് ആദ്യം ഒരു വെള്ളിമുഖ എന്നെ സഹായിക്കുന്നുണ്ട്, കിണറിൽ കുറെ ആൾക്കാർ സഹായിക്കാൻ നോക്കുമ്പോൾ എല്ലാവരും എന്നെ ചവിട്ടി താഴ്ത്തുവാണ്. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും, വന്ന വഴി ഞാൻ മറക്കില്ല. ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു അതിനകത്ത്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഏകദേശം സത്യം പറഞ്ഞാൽ ഞാൻ പാട്ടും പരിപാടിയും പെർസ്യൂണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു 10th ക്ലാസ് +1 ഒക്കെ ആ പീരീഡ് ഓഫ് ടൈമിലാണ് ഞാൻ മ്യൂസിക്കലി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആ സമയത്ത് ഞാൻ ഇത് പറഞ്ഞ് നടക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ആർക്കും അത് ഉൾക്കൊള്ളാൻ പോയിട്ട് ഈവൻ ഞാൻ അതിനുശേഷം ഒരു 7 വർഷം 8 വർഷം ഇപ്പൊ ഈ പറഞ്ഞ മറ്റൊരു കോർപ്പറേറ്റ് ജോലികളിൽ ഏർപ്പെട്ട് അതിനുശേഷം കൊറോണ കഴിഞ്ഞ് ഞാനിവിടെ എത്തി 10 വർഷത്തിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ 4 വർഷം ആ 4 വർഷത്തിൽ ഞാൻ ട്രൈ ചെയ്യുമ്പോൾ പോലും ആർക്കും ആ ഒരു ഇതുകൊണ്ടൊക്കെ എന്താവാനാണ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവുക, ബീങ് എൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ്. ആർക്കും ആർട്ടിസ്റ്റാണ്, പക്ഷെ അതുകൊണ്ടൊരു റവന്യൂ അല്ലെങ്കിൽ ഒരു നമുക്ക് ലൈഫിന് അതായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ വളരെ റെയർ ആയിട്ടാണ് ഇൻഡിപെൻഡന്റിലൊക്കെ അങ്ങനെ ഒരു ഏർണിങ്സ് വന്നിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐ തിങ്ക് തിരുമാലി, ഫെജോ,
സ്ട്രീറ്റ് ഇക്കാനമിക്സ് ഇങ്ങനെയൊക്കെയുള്ള വളരെ കുറച്ച് ആർട്ടിസ്റ്റുകൾ, ഹനുമാൻ കൈൻഡ് അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, പരിമൾ ഷേസ്, ഇവരൊക്കെയാണ് അന്ന് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവന്റ് വൈസും ഷോ വൈസും അതുപോലെ മറ്റുള്ള ലേബലുകളുടെ ബിസിനസ്സുകളൊക്കെ വളരെ റെയർലി കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരുന്നു. അത് വിത്തിൻ ദിസ് 3 to 4 ആ ഒരു ഇയേഴ്സിന്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഒരു 200 to 300% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അതിൽ. ഈവൻ ബിസിനസ് വൈസ് ആണെങ്കിലും സ്ട്രീം ആണെങ്കിലും ഓഡിയൻസിന്റെ ഇതാണെങ്കിലും ഷോ ആണെങ്കിലും. അപ്പൊ അതിന്റെ ഒരു ബിലോങ്ങിങ് ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കിന്നും ഭയങ്കര പ്രൗഡുണ്ട്. കാര്യം ഞാൻ ഈ പറഞ്ഞ മങ്ക അതുപോലെ മാസപ്പേയിൽ ഫസ്റ്റ് സൈൻ ചെയ്ത സൗത്ത് ഇന്ത്യൻ ആ ഒരു ഇതിന് ശേഷം ഇലുമിനാറ്റി വന്നു, ഹബീബി ഡ്രിപ്പ്, ഇങ്ങനെ കുറെ ട്രാക്കുകളൊക്കെയും പുറത്തുള്ള ആൾക്കാരെ കേട്ടു തുടങ്ങി. അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ആ കാണിക്കുന്ന വെള്ളിമൂങ്ങയും ഡബ്സി തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡബ്സി ആണത്, തർക്കമില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ലൈക്ക് എന്റെ ലൈഫ് തർക്കമില്ല, ഡബ്സിയും ഫാസിലും ആണ്. പക്ഷെ എന്താ അതെടുത്ത് കൊണ്ടുപോകാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ആണത്. എനിക്ക് അതിന്റെ ആർട്ടും പ്രൊഡക്ഷനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റേ തുടക്കം ഒരു നിബിന്റെ പോലത്തെ ഒരു കത്തിയും കൊണ്ട് വരുന്ന സീൻ ഉണ്ടല്ലോ. ഈ ആർട്ട് ശരിക്കും അങ്ങനെ സാധനം ഒന്നും പയ്യ വെല്ലിപ്പാരൊക്കെ ഉപയോഗിക്കും. അങ്ങനെ പലതരമായി അതിന്റെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആട് 3 വർക്ക് ചെയ്ത, അല്ലെങ്കിൽ നാഷണൽ അവാർഡും അല്ലെങ്കിൽ ഇപ്പോഴത്തെ വലിയ വലിയ അവാർഡുകളും ഇതൊക്കെ വിന്നറായി എന്ന് പറഞ്ഞു ഞമ്മക്ക് അനീസ് നാളോടിയാണ് ഞങ്ങൾ അവിടെ ആർട്ട് വൈസ് ഒരു അപ്ലിഫ്റ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റായിട്ട് ജേട്ടുണ്ട്, അജയൻ ചാലശ്ശേരി കഴിഞ്ഞാൽ പിന്നെ മൂപ്പരാണ്. അപ്പൊ മൂപ്പരാണ് വന്ന് പാടത്തിരി കഴിഞ്ഞതിന് ശേഷം ചെയ്തത്. പിന്നെ റാഷിദ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നാട്ടുകാരനും, ഞങ്ങൾ ഒരുമിച്ചൊക്കെ പഠിച്ച് 10+2 അങ്ങനെയൊക്കെയുള്ള റൂട്ടിൽ ഓനാണ് ബാക്കിയുള്ള എല്ലാ പരിപാടിയും, കോസ്റ്റ്യൂം മോഡലും എല്ലാവരും വർക്ക്. അച്ചാർ എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ എനിക്കൊന്നും പുറത്തുനിന്ന് അങ്ങനെ ആരും വന്നിട്ടില്ല. എൻ്റെ ഓൾ മൈ ടീം, എൻ്റെ കൂടെ വർക്ക് ജീവിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആർട്ടിസ്റ്റാണ്. അതിലെ DOP ചെയ്തിരിക്കുന്ന അയ്യൂബ്, നിസാമാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ ഞാനാണ് പാടിയേക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരാളീ പുറത്തുനിന്ന് വിളിക്കേണ്ടി വന്നിട്ടില്ല. ഒക്കെ ഉസ്താദ് ഹോട്ടൽ പറഞ്ഞ പോലെ ഒക്കെ ഞങ്ങൾ തന്നെയാണ് ആൾക്കാർ. ഈ അച്ചാർ എന്നുള്ള പേരിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അച്ചാർ സൗദി ഷോക്ക് പോയിട്ട് അവിടുന്ന് ഇപ്പൊ നമുക്കൊരു അമളി എന്ന് പറഞ്ഞിട്ടുള്ള പല രീതിയിൽ അനുഭവം ഞാൻ വെളിപ്പെടുത്തില്ല എന്നുള്ളൊരു വാശിയിലാണ്. ഇഷ്ടമാണ്. അപ്പൊ ഞാനൊന്നും പറയലില്ല നിന്റെ മുന്നിൽ. സത്യം പറഞ്ഞ ഇന്റർവ്യൂ തന്നെ വളരെ കുറവ്. ഐ തിങ്ക് ഒരു 1 year ആഫ്റ്റർ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് പരിപാടി അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ഒച്ചാർക്കെല്ലാം കൊടുക്കണേൽ വരുന്നത് ഇപ്പൊ ഇതായിരിക്കും. അച്ചാറ് വരാന് അതായത് ഒരു 6ന്റെ കൂടെ 2-3 6 ഇട്ട് കഴിഞ്ഞാല് ഡബ് ചെയ്യുന്നാണ് പറച്ചില്ല. അപ്പൊ ആ ഒരു സംഭവം ഞാനൊന്ന് പയറ്റി നോക്കുമ്പോ പിന്നെ എല്ലാത്തിലും അത് വരുന്നുണ്ട്. ഇപ്പൊ മലബാർ എന്ന് പറയണതിലുള്ള ഞങ്ങൾ അവിടെ മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, വെള്ളുള്ളി, ലാസ്റ്റ് പറയണതിന് അച്ചാറ് എന്ന് പറയാണ്. നീട്ടിയിട്ട് ഞങ്ങളവിടെ നാട്ടിൽ അച്ചാർ കൊണ്ട് നടന്നിരുന്ന ഒരു കാക്കുണ്ട്. അപ്പൊ മൂപ്പരിലാണ് ഈ മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, വെള്ളുള്ളി, അച്ചാറ്. ആ ലാസ്റ്റത്തെ സസ്റ്റൈൻഡ് 6ലാണ് ഈ 3 6. അത് ഞാൻ സ്റ്റേജിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയത്. അതുപോലെ ഒരു എന്നൊക്കെ ഒരെണ്ണം പറയുന്നതിന് പകരം ഒരു 3 എണ്ണം പറയുമ്പോ കിട്ടുന്ന ഒരു സുഖം, അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ അച്ചാർ എന്നുള്ളതിലേക്ക് എത്തിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മലബാറിന് അന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. അതേ സാധനം തന്നെ നമ്മുടെ പാട്ടിലും കയറ്റി കൊടുത്തു. ഒരു സിഗ്നേച്ചർ ആയിരിക്കും. അത് ഇഷ്ടമാണ്. അത് ഓക്കെയാണ്, നല്ല സൗണ്ടാണ്. ഇതിന്റെ ആദ്യം കുറച്ചും കഴിക്കുമെങ്കിലും അതിലേക്കുള്ള മധുരം ദൂരമൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇറ്റ്സ് ലൈക്ക് അതിൽ എന്ത് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ കാര്യം ടു ബി ഓണസ്റ്റ്ലി ഞാൻ പബ്ലിക്കിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി പൈസ ലഭിക്കുന്ന ഒരു ജോലിയാണ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു സംഭവം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള പല വീടുകളിലും പേപ്പിൾ ചെയ്യുന്ന സ്ട്രീംസിൽ നിന്നൊക്കെയാണ് ഞാനും എൻ്റെ ഫാമിലിനെ അടിപൊളിയായിട്ട് എല്ലാ പരിപാടിയിലും. അപ്പോൾ അവർക്ക് അത് പറയാനും എൻ്റെ നിന്നുള്ള പിന്നെ മനുഷ്യന്മാരായി കഴിഞ്ഞാൽ വരുന്നത് ഞാൻ ആ ഒരു ടെൻഡൻസിയിൽ അതിനൊക്കെ കാണുന്നുള്ളൂ. ഓപ്പണാണ്, എല്ലാവരും ഒരു അസറ്റാണ് ഡബ്സി, പബ്ലിക്കിന്റെ ഒരു അസറ്റാണ് ഡബ്സി എന്നുള്ള പൂർണ്ണൊരു ബോധ്യം എനിക്കുണ്ട്. പിന്നെ കുറവുകളിലൂടെ സഞ്ചരിച്ചിട്ട് നല്ലതിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും.
അപ്പോ മലബാർ ട്രോളുകൾ ഇഷ്ടമാണ്, ആസ്വദിക്കാറുണ്ട്. ഞാൻ എനിക്ക് ഇന്നെ തന്നെ ട്രോൾ ചെയ്യണമെന്ന് എനിക്ക് ഞാൻ ചെറുപ്പത്തിലെ കളിയാക്കി കൊന്നും കൊല വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിന്റെ മാക്സിമം എടുത്തൊരു ആളായതുകൊണ്ട് എനിക്ക് അതിലൊരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഫീൽ ആവില്ല, കലർത്താൻ പറ്റൂല. ഇപ്പൊ പാട്ടി തന്നെ ഒത്തല്ലൂർ അംശം എന്നും പറഞ്ഞ്, സാധാരണ അംശം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇതല്ലേ. അതിന്റെ ആൽബത്തിന്റെ യങ് തന്തയുടെ ആൽബത്തിന്റെ പേരാണ്. അതായത് കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ നാടിന്റെ പേര് കിഴിക്കരാണ്. അപ്പോ ഒതളൂർ എന്ന് പറഞ്ഞത് ഞങ്ങളെ പ്രേഷൻ കടി മറ്റുള്ള പരിപാടികൾ പറഞ്ഞ അംശ ഒരു പണ്ടത്തെ ഒരു രാജഭരണ കാലത്തുള്ള. അപ്പോ ഒതളൂർ അംശം കിഴിക്കര ദേശം അബ്ദുട്ടി നിരവത്തു വളപ്പിൽ മകൻ ഫാസിൽ എൻവി. അത് ഞാൻ മങ്കയില് പറയുന്നുണ്ട്, അബ്ദുട്ടി മകൻ സിദ്ദുട്ടി. എന്റെ നാട്ടുകാർ വിളിക്കുന്നതാണ് അബ്ദുട്ടി മകൻ സിദ്ദുട്ടി. അപ്പൊ ആ ഒരു സാധനം ഒതളൂർ അംശം കിഴിക്കര ദേശം യങ് തന്തർ. ഇപ്പൊ ഈ അച്ചാറാണ് അതിലത്തെ ഫസ്റ്റ് പാട്ട് ഇറങ്ങി. ഇനി അറൗണ്ട് ഒരു 8-9 പാട്ടുള്ള ഒരു ആൽബമാണ് അത് ഒതളൂർ. അത് അതിൽ കാണാൻ വേണ്ടി ഫസ്റ്റ് ഒതളൂർ അംശം അതാണ്. അതിന്റെ നാടിനെ മറ്റേ ആധാരത്തിലും പട്ടയത്തിലൊക്കെ എഴുതപ്പെടുന്നത് അതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ദാറ്റ്സ് വൈ ഒതളൂർ അംശം കിഴിക്കര ദേശം. ഇപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ മലബാർ സ്ഥലത്ത് നിന്ന് വരുന്ന ഒരാള് അങ്ങനെ ഉപയോഗിക്കുന്ന ഭാഷകള്, അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷകൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ, അങ്ങനെ ഒരു ടെൻഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്കിപ്പോഴും ഞാനതിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിൽ നിന്നും ഇപ്പൊ ഈ മലബാർ ശൈലിയിൽ മലയാളം എന്ന് പറഞ്ഞത് ഭാഷയാണ്, ബാക്കിയുള്ളതെല്ലാം ഒറ്റ ഭാഷയുള്ള മലയാളം. ശൈലികളാൽ ഒരുപാട് ശൈലികളിൽ ഉണ്ട്. ഇപ്പം എല്ലാരും എവിടൊക്കെ എന്തൊക്കെ ഭാഷ ശൈലി സംസാരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള എനിക്ക് അറിയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ എൻ്റെ പ്രദേശം അല്ലെങ്കിൽ അങ്ങനെ അലങ്കരിക്കപ്പെട്ട് ചുറ്റുപ്രദേശത്ത് സംസാരിച്ചിരുന്നതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്, ഇപ്പൊ കൽബുംകട്ടി ആണെങ്കിൽ അല്ലെങ്കിൽ മങ്കി ആണെങ്കിലും ഒരുപാട് അറബി പദങ്ങള് ഞാനറിയാതെ ഇത് എന്റെ ജനനം ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞ മലബാറിൽ ജനിച്ച് മദർസയിൽ ഉണ്ടാവും. ഇപ്പൊ ഈ ഇസ്ലാം എന്നുള്ള ഒരു മതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് കൾച്ചർ ഓറിയന്റഡ് ഒരുപാട് അച്ചീവ്മെന്റ്സ് കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാര്യം അറബിക് ലാംഗ്വേജിനെ പഠിക്കാൻ ചെറുപ്പത്തിൽ എനിക്ക് കഴിഞ്ഞു. അതിന്റെ ലിറ്ററേച്ചർ ഏരിയയിൽ എനിക്ക് ഭയങ്കര ഒരു അസറ്റാണ്. നമുക്ക് ഉറുദുവിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പ്രൊണൗൺസിയേഷനും ഇതൊക്കെ പഴയ കാലത്തെ കവാലി പാട്ടുകളും സൂഫി പാട്ടുകളും അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ജോണറുകൾ മലയാളത്തിൽ മലബാർ ഏരിയകളിൽ യാത്രകൾ ഒരുപാട് സംഭവിച്ചിരുന്ന ഒരു മേഖല. പണ്ട് കാലത്തെ ജലാശയം മാർഗത്തിലൂടെ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്തിരുന്നുകൊണ്ട് ഒരുപാട് ഗസ്റ്റ് ഒരു മറ്റുള്ള കേരളത്തിൽ ലോകത്തിൽ നിന്ന് വന്നു കയറുന്ന സ്ഥലം. അപ്പൊ ആ ഒരു ട്രഡീഷനിൽ ഒരുപാട് മ്യൂസിക്കുകളും ആർട്ട് ഫോമും ഉണ്ട് എന്നുള്ള ആ യാത്രയിൽ ഒരുപാട് ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇതന്നെ എഴുതുള്ളൂ എന്നുള്ള നിർബന്ധം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അതറിയണില്ല എന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാം. ഞാനൊരിക്കലും മറ്റൊരാളുടെ സാറ്റിസ്ഫൈഡ് സോണിലേക്ക് നോക്കിയിട്ട് എഴുതാറില്ല. എന്റെ എനിക്ക് സംതൃപ്തി ഉള്ള ഒരു ഏരിയയിലാണ് ഞാൻ എൻ്റെ പാട്ടുകളെല്ലാം നമ്മളെന്നെ എഴുതി നമ്മളെന്നെ കമ്പോസ് ചെയ്ത് പാടി. ഇപ്പൊ പ്രൊഡക്ഷൻ ആരെങ്കിലും ഒക്കെ തന്നെ എൻ്റെ കൂടെ അത്രയും അടിപൊളിയായിട്ടുള്ള ടീം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു തീരുമാനം എനിക്കുണ്ട്. എൻ്റെ പെൻ അങ്ങനെ തന്നെ ഞാൻ വർക്ക് ചെയ്യും. അത് മറ്റുള്ളവർ പഠിക്കട്ടെ. ഇപ്പൊ ഈ അച്ചാറി തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഹലാക്ക് കണകണ അതൊക്കെ ഓക്കെ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയാണ്. ആക്കിന അതും ഓക്കെ. ഈ ജിജി ജിജി കൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജിജിക്ക് ആക്ച്വലി എങ്ങനെയാ വരണേ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്കിൽ ഒരുപാട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മ്യൂസിക് അല്ലെങ്കിൽ പ്രൊഡക്ഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ലെയറുകൾ എലമെന്റ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ബേസ് അല്ലെങ്കിൽ ഗിറ്റാർ ഇതെന്നൊക്കെ പറയണ മാതിരി ഹാറ്റിന്റെ കുറച്ച് സംഭവം അതിലിപ്പോ നമ്മൾ ഒരു എക്സാമ്പിൾ അങ്ങനത്തെ ഒരു സൗണ്ട് ഹൈസ് ഓറിയന്റഡ് ഒരു സൗണ്ട് എങ്ങനെ ഇപ്പൊ പറഞ്ഞു തരാറില്ല. അല്ലെങ്കിൽ ആ ഒരു സാധനമാണ് മെട്രോണോം ഇടുമ്പോ നമ്മളിപ്പോ 90-95 ഇടുമ്പോ സോ ഇറ്റ്സ് ഓൾറെഡി ദർ ഇൻ ദ മ്യൂസിക് പ്രൊഡക്ഷനിൽ. ഇപ്പൊ ഒരു ഹാറ്റിന്റെ സൗണ്ട് മെട്രോണോം ഇട്ട് കഴിഞ്ഞാൽ ക്ലോക്കിലുണ്ട്. അത് ഞാൻ കുറച്ച് ഫാസ്റ്റില് അതാണ് ആക്ച്വലി. ഈ പൊട്ടനിലും അങ്ങനെ തന്നെയല്ലേ ഉപയോഗിച്ചിരിക്കണേ? പൊട്ടൻ സോങ്ങിലും അങ്ങനെ തന്നെയല്ലേ? ഞാൻ വെച്ചാല് എന്റെ ഫ്രേസുകളെ ഞാൻ മുന്നേ പറയപ്പെടുന്നതിന് എടുത്തിട്ട് തന്നെ ഈ സംഭവം വരുന്ന അതിൽ കുറെ ഇച്ചിച്ച് എന്നൊക്കെ പറഞ്ഞ ഒരു
ഒരു കൈൻഡ് ഓഫ് എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിക്കാറൊന്നുമില്ല. ഇങ്ങനത്തെ എല്ലാ ടൈപ്പ് പാട്ടുകളും എഴുതും ചെയ്യും, കമ്പോസ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനൊരിക്കലും ഒരു ഫിക്സഡ് ജോണറോ അല്ലെങ്കിൽ ഒരു മോഡ് ഓഫ് ഏരിയയിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പണിക്കാരനാണ്. ഐ മീൻ മ്യൂസീഷ്യൻ. അതിലേക്ക് എല്ലാവിധ സാധനങ്ങളും എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ചില പാട്ടുകൾക്ക് തോന്നുന്നു പാടണ്ട പറഞ്ഞു നോക്കാം, ചിലരിപ്പോ വന്നതിൽ കുഴപ്പമില്ല, നമുക്കൊരു എന്തെങ്കിലും ഒരു ഹൈ ആയി അങ്ങനെ എനിക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്തിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കണം. അല്ലാതെ ഒന്നും അറിഞ്ഞിട്ട് ചെയ്യണമെന്നല്ല. ഞങ്ങളുടെ ഏറ്റവും കൺഫ്യൂഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മണവാളം തകില് കടലാണേ നീന്തി കയറിയ പോരിശയുള്ള ഒരു ബാല്യക്കാരൻ. അപ്പൊ ഞാൻ ഇന്നലെ ഈ പാട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ബാല്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന വേലക്കാരൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതാണ്, വീട്ടിലെ കാര്യസ്ഥൻ. അപ്പൊ എന്നോട് കോഴിക്കോടുള്ള ഐശു പറഞ്ഞ് അല്ല, ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വലിയൊരാള്, മുതിർന്ന ഒരാള്. അപ്പൊ അത് ഞാൻ പറഞ്ഞു, ഇപ്പൊ സ്ലാങ്ങിന്റെ ഒരു വ്യത്യാസം വരുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് അത് ഭയങ്കര മാറ്റമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിൽ തന്നെ ഇപ്പൊ ഈ അച്ചാർ എന്ന് പറഞ്ഞതിന് കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 പാട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലിപ്പോ ഞാൻ പരാമർശിച്ചിട്ടൊരു സംഭവമുണ്ട്. ഇപ്പൊ പൊന്നാനി അല്ലെങ്കിൽ ആ ഒരു ഏരിയകളിലൊക്കെ ഗസ്റ്റുകൾ വരുമ്പോ നമ്മള് എന്തെങ്കിലും ഇരിക്കാൻ കൊടുക്കില്ല, അവിടെ പറയാ കുണ്ടിക്ക് വെക്കാൻ കൊടുക്കുന്ന, ആ കുണ്ടിക്ക് വെക്കാൻ കൊടുക്കും. സോ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ യങ് തന്തയിലുണ്ട്. അതായത് അയാൾ സംസാരിക്കണ അയാളോട് ചോദിക്കാതെ, അല്ലെങ്കിൽ ഞാനിപ്പോ അവകാശപ്പെടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നുള്ളത് എന്റെ കാര്യം എനിക്ക് പറയാം. പക്ഷെ ഒരു ഇഫ് യു ആർ ഡൂയിങ് ദിസ് വിത്ത് എ കൾട്ട്, ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു നാട്, ഒരു നാട്ടുകാർ ഇപ്പൊ അവരെ ലെഗസി പഴമ അതിലുള്ള കാര്യം ഞാൻ ആണെന്ന് പറഞ്ഞ് പറയുമ്പോ അതിൽ റിയാലിറ്റി ഇല്ലെങ്കിൽ നാളെ നാട്ടുകാരുടെ തച്ചല്ലോ. അപ്പൊ ആ ഒരു ധൈര്യമാണ് അവൻ പറയുന്നത് ശരിയാണെന്നുള്ളത് അവിടെ ജനിച്ച് അവിടെ ബിലോങ്ങിങ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ എല്ലാരും കൂടി തച്ച് എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിഞ്ഞ് കൊല്ലില്ല. അങ്ങനത്തെ കുറെ പരിപാടികൾ ഉണ്ട്. ശരിക്കും എന്താണ് ആദ്യം മനസ്സിലോട്ട് വരുന്നത്? ട്യൂണാണോ അല്ലെങ്കിൽ അതിന്റെ വരികളാണോ? ഇപ്പോ ഇതിൽ യങ്തന്ത് പച്ചാറ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുത്തനായി എന്നുള്ള പാട്ട് വരുന്നത്, വരാനുള്ളത്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞ. അപ്പൊ മുത്തനായി, ബിവേർ, മലബാറിന്റെ ബിവേർ, ബാർ ഹിപ്പ് ഹോപ്പില് വരുമ്പോ അപ്പൊ ജിന്നെ ജായിട്ടില്ല ജില്ല, ഇപ്പൊ ജില്ല ഡിസ്ട്രിക്ട്, ഇജി ഇല്ല, യു ആർ നോട്ട് എക്സിസ്റ്റിംഗ്, ഐ വിൽ കിൽ യു. ജില്ല ജില്ല ഇജി അല്ല, യു ആർ നോട്ട് ദ വൺ. സോ ആ ഇജി ജല്ല 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 ജായിട്ടില്ല ജില്ല, ഒരു ജില്ലക്കാരും ആയിട്ടില്ല മലബാർ ജില്ലയിലായിട്ട് കളിക്കാരെന്നുള്ള കുറെ ഇന്റേതായ കുറച്ച് ഹിഡൻ സാധനങ്ങൾ. അതായത് ജല്ല 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 ഇജല്ല ഇജായിട്ടില്ല ജില്ല, ഇങ്ങനെ. അപ്പൊ ഒരേ വാക്കാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ അതിന്റെ എക്സ്പ്രഷനിലും ഞങ്ങളുടെ നാട്ടിൽ ഇജല്ല ജില്ല ചെല്ല പോവാന്ന് നോക്ക്, ചെല്ലാന്ന് നോക്ക്. അപ്പൊ ഇജല്ല 6-7 സാധനങ്ങളാണ് ഒരൊറ്റ വാക്കിൽ കിടക്കുന്നത്. അപ്പൊ അത് ഏതാണ് എന്റെ മുത്തുമണി ഉദ്ദേശിച്ചെന്നുള്ള ഞാൻ എഴുതിയൊക്കെ പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഓവറോൾ റെസ്പോൺസ് അച്ചാറിന്? ഞാൻ ഒരു പാട്ടും ഓവർ റെസ്പോൺസ് എടുക്കാറില്ല, ഒന്നിന്റെയും പിന്നാലെ പോവാറില്ല, ഓവർ സുഖം എടുക്കാറില്ല, ഓവർ ദുഃഖം എടുക്കാറില്ല. ഇപ്പത്തെ ഒരു അവസ്ഥയിൽ പാട്ട് ഇറക്കുക, അതാ നേരത്തെ പറഞ്ഞത്, സാറ്റിസ്ഫൈഡ് സോൺ എനിക്ക് ഓക്കെയാണ്. ഇറ്റ്സ് ഓക്കെ ടു ഗോ ഫോർ പബ്ലിഷിങ്. ആ സാധനം വന്നാൽ പിന്നെ ഇറങ്ങുന്നതിന് മുന്നേ ചിലപ്പോ ഞാൻ ഒരു തച്ചാറ് കുറെ കേട്ടിട്ടുണ്ട്. ഒരു പാട്ട് തന്നെ വിടാറില്ല, എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഒരു 8 പാട്ട് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, അതിൽ 2 പാട്ട് ലൂപ്പാ. അപ്പൊ ഓൾ ടൈം അതിന്റെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, അച്ചാറ് എല്ലാതും സ്പെഷ്യൽ തന്നെയാണ്. പക്ഷെ എങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്നത്, ഫീൽ ചെയ്യണം. നമുക്ക് റേസറിനെ കുറിച്ച് ചോദിക്കാണ്ടിരിക്കാൻ പറ്റൂല. റേസർ ഞാൻ ഇപ്പൊ എങ്ങനെ പറയാ, അതിന്റെ ഒരു ബ്രദറാണ്, അതിലുപരി നല്ല മ്യൂസിക് സെൻസ് ഉള്ള ഹ്യൂമൻ ബീങ് ആണ്. വെരി അവൻ്റെതായിട്ടുള്ള ഒരു ഡ്രീം വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. അവൻ എല്ലാ ജോണർ ടൈപ്പ് ഓഫ് മ്യൂസിക് ആർട്ടിസ്റ്റാണ്. 101 ഒരുപാട് മൈൽസ് ട്രാവൽ ചെയ്യാൻ കെൽപ്പുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഓൾ ദ ബെസ്റ്റ് റേസർ, ഗോഡ് ബ്ലെസ്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ദുബായിൽ നല്ലൊരു ജോലി കളഞ്ഞിട്ടാണ്
ഇവിടെ വന്നതും സത്യം പറഞ്ഞ നല്ല ജോലി, ഈ ക്ലോക്ക് റൗണ്ട് അബൌട്ട് ജോലിയൊക്കെ കണക്കായിട്ട് നമ്മള് ദുബായിലാണല്ലോ എന്ന് പറയുമ്പോ തന്നെ ഒരു ഇതാണ്, ദുബായിലാണല്ലോ കുഴപ്പമില്ല. ഞാൻ എല്ലാ സിറ്റുവേഷനിലും ഹാപ്പി ആയിരുന്നു. ഇപ്പൊ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിസ്റ്റ് സെഷനിലാണ് ഞാൻ ഒരുപാട് ചലഞ്ചിങ്ങും ആണ്, അറ്റ് ദി സെയിം ടൈം ഹാപ്പി. നല്ല അതിൻ്റെതായിട്ടുള്ള ഇനീഷ്യേറ്റീവുകൾ എടുക്കേണ്ട അവസ്ഥകൾ, നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. പലതരത്തിലുള്ള അനുഭവങ്ങൾ ലൈഫിലേക്ക് ഈ ഒരു 3 to 4 yearsന്റെ ഉള്ളിൽ കിട്ടി. ദുബായ് ആക്ച്വലി അതൊരു കൊറോണ ഒരു കലാമിറ്റി കാരണമാണ് എനിക്ക് ആ ജോലി നഷ്ടം. പക്ഷെ അതൊക്കെ ഞാനെന്ന് ഇതാണ് ചെയ്യാനെന്നുള്ളത് അവിടെ ഉള്ള ഒരു എനർജിക്ക് അറിഞ്ഞിട്ട് തന്നെ എല്ലാത്തിൽ കൂടെ കൊണ്ടുപോയി റൈറ്റായ ഒരു സ്ഥലത്ത് എത്തിച്ചെന്നാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത്. ഇനിയും എനിക്കറിയില്ല എന്താണ് വരാനിരിക്കുന്ന, വരും ടൈമിൽ ഒരുപാട് പാട്ടുകൾ ഇറങ്ങാണ്ട്. അത് ആ ഒരു സാധനത്തിലാണ് ഞാൻ പോയോണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ വെച്ചാൽ നമ്മൾ ഈ വീട്ടുകാരെ കൺവിൻസ് ചെയ്യണമല്ലോ. ഞാൻ വരയ്ക്ക് പോകുന്നില്ല, ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത്. റാപ്പ് എന്താ അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് എന്താ, അങ്ങനത്തെ സംഭവം എന്താന്ന് ചിലപ്പോ അത്രയും പരിചയം ഉണ്ടാവില്ലായിരിക്കും. അത് എന്ന് പറഞ്ഞാൽ ഉപ്പാക്കും ഉമ്മാക്കും അല്ല, എനിക്കും ഇപ്പോഴും അറിയില്ല എന്താണ് ഈ റാപ്പ് ഹിപ്പ് ഹോപ്പ് എന്നുള്ളതിൽ. എനിക്ക് പഠിച്ചൊരാൾ അറിയില്ല, ഉള്ള പോലെ പറയലോണ്ടെന്നായിരുന്നു ഇക്കറിയില്ലപ്പോ ഞാൻ പലരോട് പോയി വാപ്പ അച്ചാ പാൻറ് ആ മൂടിലായിരുന്നു. എന്താ ഈ തൊള്ളിയും വിളിയും കൂട്ടണ ഈ ചെക്ക ഇങ്ങനെ നട്ടായിക്കണ കാണാ വാസി എനക്കൊന്നും ഉണ്ടാ. ഇത് ഇറ്റ് വാസ് ദർ. എന്റെ ഉമ്മാക്ക് എന്താന്നുള്ള ഇപ്പോഴും എന്റെ ഉമ്മാക്ക് റാപ്പിംഗ് ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ എന്റെ വാപ്പ കുറച്ച് അധികം പാട്ടിനെ ഇഷ്ടപ്പെട്ടിരുന്നു, അങ്ങനത്തെ ഒക്കെ ഒരാളായിരുന്നു. വീട്ടിലും മ്യൂസിക്കും ആർട്ടും ഉണ്ടായിരുന്നു. അപ്പൊ എന്നാലും ഇപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി ഒരുപാട് പൊളിറ്റിക്സും പരിപാടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ചെരുപ്പയച്ചിട്ട് സ്വന്തം പെരയെ കയറിയാവുന്ന ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരിയുള്ള ഇതിന്റെ ഒരു ഞാൻ കണ്ടൊരു പാടാം. അപ്പൊ അപ്പൊ എന്നോട് എന്തൊന്നും നടക്കൂല, കുറെ ജഗടായി ഫൈറ്റ് ആവുന്ന അവസ്ഥകളൊക്കെ വന്ന് പിറകി പോകേണ്ടിയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ സഞ്ചരിച്ചു. അതൊക്കെ ഇപ്പൊ എനിക്കെല്ലാം ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും കേട്ടോ. ഐ ഗോൺ ത്രൂ ലോട്ട് ആൻഡ് എവറിത്തിങ്. അപ്പം കുന്നുകുലുങ്ങിയാലും കുഞ്ഞാഴ്ച കുലുങ്ങില്ലാന്ന് പറഞ്ഞ അവസ്ഥ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്ക് ചെയ്തു, ഡിറ്റർമിൻഡ് ആയിരുന്നു. എന്തായാലും ഒന്ന് നോക്കി നോക്കുക, ഐ എം യങ്, ഒന്നും ലോസ്റ്റ് ആയിട്ടൊന്നുമില്ല. ഈവൻ ഒരു 3 years ഇഫ് ഐ ട്രൈ, ഈവൻ ഇഫ് ഐ എം ഗെറ്റിംഗ് ഫെയിൽ, ദാറ്റ്സ് ഓക്കെ. ഡിഗ്രി പേപ്പറും ഇതൊക്കെ അവിടെ തന്നെ ഇരിക്കുമല്ലോ. അങ്ങനെ ബിരുദ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പേടിയില്ലാതെ പണിയെടുത്തു. പിന്നെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടം കൂടി തോന്നി. ഞാൻ എങ്ങനെ എന്തോരം വർക്ക് ചെയ്യുന്നുള്ളത് എനിക്കറിയാതെ ഇപ്പോഴും ഞാൻ ഈവൻ ഇറ്റ്സ് ഇൻ കേസ് ആർട്ടിൽ എനിക്ക് അത് തന്നെയാണ് എൻ്റെ ജീവവായു എന്ന് വിശ്വസിക്കുന്നത്. അതിലൊരു ടൈമും ഫ്രെയിമും ഒന്നുമില്ല. 24/7 ഐ ബിലോങ്സ് ടു ആർട്ട് എന്നുള്ളൊരു സാധനത്തിലേക്ക് എത്തി. പിന്നെ മണവാളം തക്ക സമയത്ത് ഇറങ്ങി കഴിച്ചിലായി. എന്താ പറയാ, വാപ്പ എന്നിട്ട് 50 million 30 million 10 million ഇപ്പം എന്നും ഇറ്റ്സിലേക്ക് മഗ്‌രിബ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഫുള്ളിന്റെ വാപ്പ ബേബി ജീൻ വേടൻ ലിൽ പയ്യൻ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ചെമ്പരത്തി പാട്ടുകളും തരിക. അതായത് അത് ഉൾക്കൊണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു മോൻ എന്നുള്ള രീതിയിൽ എന്റെ വലിയ വിജയമായിട്ട് കാണുന്നത് അതുമാതിരി മലബാറിലെ മലയാളം റെപ്രസെന്റേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന്റെ അത്ര എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ അവരെ നല്ലത് കൊണ്ടാണ് അവർ നല്ല ജോലി, നല്ല മക്കളെല്ലാവരും സൊസൈറ്റിയാണ് അവരങ്ങനെ ഇതാക്കിയിട്ടില്ല. അപ്പൊ അത് മാറ്റി പറയിച്ചുകൊണ്ട് നാട്ടിലുള്ള എല്ലാവർക്കും നാളെ ചിലപ്പോൾ പാട്ടുകാരനാകുമ്പോൾ എന്താണ്ടാ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക എന്നുള്ളത് കാട്ടി കൊടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് പോലും ഞാൻ പറയില്ല. അല്ലെങ്കിൽ മറ്റുള്ള അതിനോടുള്ള ഇഷ്ടം, നിങ്ങളൊരു സംഭവം ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ആ ഇഷ്ടം പല സ്ഥലത്തേക്ക് എത്തിക്കും എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൺസിസ്റ്റൻസി ലീഡ്സ് നോട്ട് ദ ടാലന്റ്. എന്താ ശരിക്കും ബ്രോന്റെ ഒരു കിക്ക് എന്ന് പറയുന്നത്? ഒരു സോങ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എനിക്കത് ഇറങ്ങി ഞാനത് റിലീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോസസ്സിങ് ടൈമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാം എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയാ കമ്പി എന്നാണ്. അത് പല തരത്തിലുള്ള ഞാൻ പറഞ്ഞത് നമുക്ക് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. ഞങ്ങളെ മറ്റുള്ളവരുടെ സ്ഥലം വെരി നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് വെൻ ഇറ്റ്സ് കമ്മിങ് ടു പബ്ലിക് അത് ഭയങ്കര വലിയ പ്രശ്നമാകും. ഞാനിപ്പോ നമ്മളെ നാട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല നോർമൽ വാക്കുകളും ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് പറഞ്ഞു. നിങ്ങൾ എന്ത് നേരത്തെ ചോദിച്ചോന്നും കൂടി പറഞ്ഞു. ആ ഒരു കിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഇതന്നെയാണ് മെയിൻ. പാട്ട് എഴുത്തിന്റെ പ്രോസസ്സിൽ എനിക്ക് ഭയങ്കര ഇന്നും എനിക്ക് ഇഷ്ടമാണ് കാര്യം. ഇപ്പൊ റിസീറോ ഒരു സിസ്റ്റം ഓൺ ആക്കിയിരിക്കും, ഒരു മെലഡി ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഒരു 12 ബാർ 16 ബാർ ഇങ്ങനെ ഓടും. അപ്പൊ അതിന് നമുക്കൊരു സാധനം വരും. അങ്ങനെ ഒരു മെലഡി ഉണ്ടാക്കിയിട്ട് ഒരു മൂളണ് ഒരു ചായ പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇരിക്കുമ്പോഴത്തേനൊരു വാക്ക് വരുന്നു. പിന്നെ ആ വാക്ക് പല വാക്കുകളാവണ്, അങ്ങനെ ഒരു മാലയാവണ്, ഒരു പാട്ടാവണ്,
പിന്നെ ആ പാട്ടിൽ എനിക്ക് കിട്ടുന്ന കണ്ടന്റിൽ ഉണ്ടാവും അതിന് വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓൻ എന്താണോ പറയണത് അതിലുണ്ടാവും. സങ്കടമാണോ സന്തോഷമാണോ, ഇനിയിപ്പോ ചിരിച്ചോണ്ട് കരയണോ കരഞ്ഞോണ്ട് ചിരിക്കണോ, ആ പാറ്റേണിൽ ഉണ്ടാവും. ഇപ്പൊ വേടം പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡബ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിന്നൽ മുരളി പോലെയാണ്. ആള് ചിലപ്പോൾ ഒരു കാറിൽ പോണ സമയത്തായിരിക്കും ഒരു പാട്ട് റെഡിയാക്കുന്നത്. അങ്ങനെയാണോ ശരിക്കും? ടഡേന്നും പറഞ്ഞു വരുന്നതാണ് ഇത് അത് മൊത്തം? ഒരു അതായത് ഒരു പാട്ട് ഞാനിപ്പോ മ്യൂസിക് ഞാനൊരിക്കലും ഒരു റാപ്പ് ഹിപ്പ് ഹോപ്പ് ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൺസ്ട്രക്ഷൻ ഓഫ് റൈമിങ് എന്ന് പറഞ്ഞൊരു സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്ലസ് പോയറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പം എനിക്ക് മലയാള ഭാഷ എന്ന് പറയുന്നതിൽ മാത്രം ഒതുങ്ങി നിന്ന് എഴുതുമ്പോൾ കിട്ടണ ഒരു സുഖമല്ല. വൈൽ ഐ എം ഗോയിങ് ടു അതിപ്പോൾ ഇപ്പോൾ ദൂരം പ്രോപ്പർലി ഞാൻ മലയാളത്തിൻ്റെ ആ ഒരു സുഖം അനുസരിച്ചിട്ട് ഇപ്പോൾ വെൻ ഇറ്റ് കമ്മിങ് ടു അച്ചാറിൽ ഇപ്പോൾ ഞാൻ മറ്റേ അല്ലാണ്ട് പിന്നെ തോളി കയറ്റി നടന്ന തിട്ടം പരി എറിഞ്ഞിട്ട് കൊണയാക്കി എന്ന് പറയുമ്പോൾ നീ അപ്പൊ ഞാൻ എഴുതി വെക്കാം, അല്ലാണ്ട് പിന്നെ നീ കാഷ്ടമൊക്കെ അവന്റെ മേൽ എറിഞ്ഞ് അവന് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുന്നത് കഷ്ടമാണോ? അതാണ് ഞാൻ ഈ 4 വേർഡില് ഷോർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ടെഴുത്തുകാരൻ എന്നുള്ള ഏരിയയിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര റിച്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര റിച്ച് ആയിട്ട് എനിക്ക് ഇപ്പം തമിഴ് അപ്ലൈ ചെയ്യാൻ കഴിയില്ല, പക്ഷെ എനിക്ക് പാടാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് പഴയകാലം കേട്ടോണ്ട് അപ്പൊ അങ്ങനെ ഒരു റിച്ച്നെസ് കേരളത്തിലുള്ള മനുഷ്യന്മാർക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാ ജോണർ ഓഫ് ലാംഗ്വേജിൽ നിന്നും ഭയങ്കര അധികം സെൻസ് ഓഫ് സാധനങ്ങൾ വർക്കാവണ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രെയിന് വർക്കാവണമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും പൊളിയാണ്. ആക്ച്വലി ഇത് പഠിക്കുവാണോ അല്ലെങ്കിൽ ജന്മന കിട്ടുന്ന ഒരു കഴിവാണോ? അടച്ചോനെ, എനിക്ക് തോന്നിയില്ല ആർട്ടൊന്നും കായ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ഇത് കണ്ടിട്ടോ ഒരാൾ പോയി നോക്കിയിട്ട് പഠിച്ച ഇതിലൊന്നും എനിക്ക് നമുക്കൊന്നും അറിയില്ല. ഇപ്പൊ ഞാൻ പ്രൊഡക്ഷൻ അറിയായിട്ട് ഇപ്പൊ പ്രൊഡക്ഷൻ ചെയ്ത് തുടങ്ങി. ഹാർമോണി എനിക്കറിയില്ല, സ്റ്റിൽ അല്ലെന്നല്ല എന്റേതായിട്ടുള്ള മനസ്സിൽ നിന്ന് ഒരു താളോ ടോണോ വരുമ്പോൾ അത് ബിൽഡ് ചെയ്തിട്ട് എനിക്ക് മെലഡി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, കീസ് വായിക്കാൻ കഴിയുന്നുണ്ട്, എഴുതാൻ. ഇപ്പൊ ഒരു തല്ലുപാട്ടിനാണെങ്കിൽ എഴുതാൻ കഴിയേണ്ട ഒരു പ്രേമപ്പാട്ട്, ചുണ്ടാമ്പണ്ടി ഒരു പ്രേമപ്പാട്ടാണ്. അതുമാതിരിയല്ല ബെല്ലുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവാസി പാട്ടാണ്. അപ്പോൾ അവൻ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് ഇൻ ഡിമാൻഡ് ആണ്, അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടന്റ് ഉണ്ട് അതിന് വേണ്ടത്. അത് നമ്മൾ ദ മോർ യു ഗോ ദ മോർ യു എക്സ്പ്ലോർ, ലൈക്ക് റൂമി എന്ന് പറഞ്ഞ മാതിരത്തെ ഒരു കൺസെപ്റ്റ്. ശരിക്കും ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആൽബം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ പോയി പാടുന്നതാണോ കുറച്ചും കൂടെ ഒരു സുഖകരമായിട്ടുള്ള പരിപാടി? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ ഒരു സോൺ ഇപ്പം ഞാൻ വിളിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ സിനിമക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പ്ലേ ബാക്കിങ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ സുഷിൻ ഭായ് ഇലുമിനാട്ടി എനിക്ക് തന്നു, അപ്പൊ അത് എഴുതിയ വിനായക് ഭായ്, അത് പാടിയത് ഞാൻ. ഇപ്പൊ ഇനി വേറെ ഏതോ മിക്സ് മാസ്റ്റർ വേറെ ഒരാളെ പോകണം. ഇങ്ങനെ 4 ഡിഫറെന്റ് വ്യക്തികളാണ് ഇലുമിനാട്ടി എന്നുള്ള ഒരു 3 പോയിന്റ് സംതിങ് 4 മിനിറ്റ് തന്നെ പാട്ട് ചെയ്തിട്ട്. ഇതേ പാട്ട് വർക്ക് ചെയ്യണ പോലെ തന്നെ ആണ് ഞാൻ മലബാറി ബാങ്ങർ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞപ്പോ ലാസ്റ്റ് ഞാൻ ചെയ്ത് ബെല്ലുവലിന് എടുക്കുമ്പോൾ ബെല്ലുവലിന്റെ എഴുത്ത് ഞാനാ ചെയ്തത്, ഫുള്ള് ഞാൻ എഴുതി, കമ്പോസിങ് ഞാനാ ചെയ്തത്. അപ്പൊ ഞാൻ പാടി, ഞാൻ എന്റെ ഫ്യൂച്ചർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മൂപ്പരെയും ഇതാണ് അതിന്റെ ഡിഫറൻസ്. സിനിമക്ക് ഇപ്പൊ എനിക്ക് ജെയ്ക്സ് ഏട്ടൻ അല്ലെങ്കിൽ ദീപക് ഏട്ടൻ അല്ലെങ്കിൽ ഷാൻ റഹ്മാൻ പറഞ്ഞ എനിക്ക് റെക്സൈറ്റിനായിട്ട് പണിയെടുക്കാൻ നല്ല പൂതി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മ്യൂസീഷ്യനും മനുഷ്യനൊക്കെയാണ്. അല്ല അത് എനിക്ക് തിരക്കൊന്നുമില്ല, കാരണം വെച്ചാല് ധൃതില്ലാതെ ഓടി കഴിഞ്ഞാല് കുറെ ഓടാതുള്ളതുകൊണ്ട് പൂക്കട്ടെ, പൂതി പൂക്കാനുള്ളതല്ലേ. അത് അങ്ങനെ പൂതി വെച്ചിട്ട് ഞാൻ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒന്നും വെച്ച പൂതിയിലാണ് 33 32 എത്തിയപ്പോ എന്റെ പൂതിക്ക് എന്റെ ലോഡിന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് യു വെയിറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ. കുറച്ച് പൂക്കട്ടെ. അങ്ങനെയാണ് എല്ലാരെയും പണിയെടുക്കാൻ പോകുന്നത്. സിനിമ ആരായിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് അതുപോലെ ഇരിക്കും. ഇപ്പൊ നേരത്തെ വേടൻ പറഞ്ഞത് മിന്നൽ മുരളിയാണ് ഡബ്സി. വേടൻ 100% ഞാനിപ്പോ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൂടെ സഹവസിക്കാൻ അവരായിട്ട് സമയം പങ്കിടാനൊക്കെ എനിക്ക് യോഗം ഭാഗ്യം കിട്ടി. ഞാൻ കാണുന്നത് അവനൊരു എൻസൈക്ലോപീഡിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവൻ അതിൽ അത്യാവശ്യം സമയം വിനിയോഗിച്ചൊരു വ്യക്തി, അറിവ് നേടാനായിട്ട് അല്ലെങ്കിൽ അറിവ് തേടാനായിട്ട്. അവന് ഈ മൊത്തത്തിൽ അവൻ ലോകത്തിനെ നോക്കി കാണുന്നതിന് അവന് ഇൻട്രസ്റ്റ് ഉണ്ട്, അവന് ചരിത്രത്തിൽ നല്ല എന്തിനെ കുറിച്ചൊരു അറിവുണ്ട് എന്നുള്ള
ഒരു ക്വാളിറ്റി ഓഫ് നോളജ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീങ് ആണ്. അടിപൊളി. അതുകൊണ്ടാണ് അവൻ്റെ ആ എഴുത്തിലേക്കുള്ള അവൻ്റെ. പക്ഷെ ഈ ജനങ്ങൾ കണ്ട എന്താ പറയുക, തൂലിക ചലിപ്പിക്കുന്ന ആ ഒരു തകർപ്പൻ വേടനെ ഞാനടക്കം ഇഷ്ടപ്പെടുന്നതായിരുന്നു. പക്ഷെ അതിനേക്കാളും എനിക്കിഷ്ടമുള്ള ഒരു വേറൊരു ഹിരൺദാസ് മുരളി വേഴ്സനുണ്ട്, പി യങ് ചന്ദ്രൻ. അവനൊക്കെ നല്ലൊരു പാട്ടാണ്, നല്ല അടിപൊളിയായിട്ട് ഡാൻസ് പാട്ടും തമിഴ് ലാംഗ്വേജിൽ അത്ര അടിപൊളിയായിട്ട് നന്നായിട്ട് പാടും പല രീതിയിൽ. ആളൊരു എന്റർടൈനിങ് സോണൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതൊക്കെ എനിക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട്. അതുമാതിരി ഹാബിഷ്, ബേബി ജി നല്ല പാട്ടുകാരാണ്. കുറെ ആർട്ടിസ്റ്റുകള് ഒരു ഏരിയയിൽ അവർ ഫിക്സ് ചെയ്ത് കുത്തും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയ കാര്യം എല്ലാം അനുഭവിച്ചിട്ട് ഞങ്ങൾ കവാലി പാടുന്നുണ്ട്. എല്ലാരും അടിപൊളിയാണ്. അപ്പൊ എന്തായാലും വേടനെ കുറിച്ചുള്ള സാധനം നമ്മൾ കേട്ടു. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള ഒരാളാണ് ഫെജോ. ഫെജോ ആയിട്ടുള്ള ഇനി ഒരു വർക്ക് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മൂപ്പർ എങ്ങനെയാണ്? എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നും ഇതിലുള്ള ഒരുപാട് സിറ്റുവേഷൻ വൈസുള്ള ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഫെജോ അതുപോലെ തന്നെ വേഴൻ, ബേബി ജീൻ, തിരുമാലി, ഞാൻ പറഞ്ഞില്ല നേരത്തെ, എൻ്റെ ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സീനിൽ ഇന്നെ ആരെങ്കിലും ഒക്കെ മോട്ടിവേറ്റ് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടു ബി ഓണസ്റ്റ്ലി അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. വെച്ചാൽ നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു റവന്യൂ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കാണിച്ചു തരാൻ നമ്മൾ മുന്നിൽ നടന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അത് അതിൽ എന്നും ടോപ്പ് നോച്ചിൽ കേരളത്തിൽ നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്, അല്ലെങ്കിൽ യാതൊരു തർക്കമില്ല. പിന്നെ എപ്പോൾ വിളിക്കാനുള്ള സ്പേസ് ഉണ്ട്, എപ്പോഴും കാണാനുള്ള സ്പേസ് ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ചോദിക്കും. ആ ഒരു അല്ലാതെ എന്നും ടെക്സ്റ്റ് ചെയ്തിട്ട് ആ മുത്ത സുഖല്ലേ അങ്ങനെ ഒരു, പിന്നെ ഒരു അവന് ഇറക്കണ പാട്ടുകളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രൗഡാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ്, ഇതിനൊക്കെ വേണ്ടി വിളിക്കും. അല്ലെങ്കിൽ ഒരു അടിപൊളിയാണ് എല്ലാവരും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി കൊളാബ് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും. അതായത് ഞാൻ എഴുതുന്ന വാക്കിന് ഇച്ചിരിയും കൂടെ ഇതുണ്ടാവണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഡിഫറെന്റ് ഏരിയകളിൽ കുത്തിരുന്നിട്ടാണ് ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെയാണ് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു അഡ്വൈസർ ഒരു ബീറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 3 പേർക്ക് അയച്ചു കൊടുക്കും. ആ ടൈം ഫ്രെയിമിൽ ഓരോരുത്തർക്കുള്ള പോയിന്റിൽ ഇരുന്നാണ് ഓരോരുത്തർ വീട്ടിലിരുന്നത്. പക്ഷെ ഇനി എനിക്കിപ്പോ ഈ പറഞ്ഞ ഞാൻ ഡാപ്സി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ ആൽബം വർക്ക് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് പരിമള്, തഡ്വൈസർ, അതുപോലെ തന്നെ ആബ്രോ, റേസർ, എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് ഞാൻ വർക്ക് ചെയ്യാനുള്ള പ്ലാന് ഓൾമോസ്റ്റ് കൺഫേം. B3K എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസറുണ്ട്, സ്ട്രീറ്റ് അക്കാഡമിക്സിന്റെ ആദ്യത്തെ പ്രൊഡ്യൂസറും പരിപാടിക്ക്. അപ്പോൾ ഡബ്സി ഇതുവരെ ആൽബം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു EP ചെയ്തത് ഡൽകൊച്ചി ആയിരുന്നു. ഡൽകൊച്ചി കഴിഞ്ഞിട്ട് വെനിറ്റ്കം ആ ഒരു പ്രോപ്പർ സാധനത്തിൽ ഞാൻ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാരെയും ഒരു കൂട്ടിയിട്ട് വർക്ക് ചെയ്യണമെന്നാണ്. ഡബ്ബമാല പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു സൂഫി ലെയറിൽ പോകുന്ന ഒരു പരിപാടിയാണ്. അതല്ലാത്തൊരു ആൽബം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരായിട്ട് ഞാൻ അപ്രോച്ചും ചെയ്ത് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഫെജോനെ വിളിക്കണം, തിരുമാലിനെ വിളിക്കണം. അപ്പോൾ ലിൽപൈനായിട്ട് ഞാനൊരു പാട്ട് ക്ലോസ് ചെയ്തു. പിന്നെ ക്ലിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ്, അതുപോലെ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ബേബിജിനായിട്ട് എസ്സേനായിട്ട് ഒരു EP വർക്ക് ചെയ്യുന്നുണ്ട്, തഡിനായിട്ട് ഒരു ആൽബം വർക്ക് ചെയ്യുന്നുണ്ട്, റേസറിനായിട്ട് 2-3 പ്രൊജക്ട് ഏകദേശം ഒരു 10 tracks 15 ട്രാക്സോളം ഫിനിഷാണ്. തഡിനായിട്ട് ഒരു 12 പാട്ടോളം ഫിനിഷാണ്. ഇതൊക്കെയും സ്ക്രാച്ച് ഇട്ട് ഞങ്ങൾ എടുത്ത് വെച്ചാല് ഒക്കെ കൂടെ വർക്ക് അടിപൊളിയായിട്ട് ഒരു 5 years സിമ്പിളായിട്ട് വീട്ടിലിരിക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്ത്. പിന്നല്ലാതെ ഇപ്പൊ കുറെ നേരമായിട്ട് ബേബിജി എന്ന് പറഞ്ഞോണ്ട് ചോദിക്കാണ്ടിരിക്കാൻ പറ്റൂല. ബേബിജിന് ഇപ്പൊ മറ്റേ ആലപ്പുഴ ജിങ്കാന, മോഹിനിയാട്ടം, മൂപ്പരിപ്പോ സിനിമയുടെ ഫീൽഡിലേക്ക് കയറി തുടങ്ങി. അഭിനയം എന്താണ് ഞങ്ങൾക്ക് എനിക്കൊരു കീക്കരക്കാരൊരു കോലിക്കര പാവട്ടൂർ ഞങ്ങരങ്ങളെ ഞങ്ങള് ഞാൻ അവനോട് എങ്ങനെ പറയും, ആകെ 2.5 എപ്പിസോഡ് വരെ മറ്റേ ശവപ്പറമ്പയിൽ ഇവിടെ കാര്യം ഞങ്ങളെ ലാസ്റ്റ് പോകുന്നത് സെയിമാണ്. ഇന്ത്യയും പറഞ്ഞ പള്ളിക്കാട് സെയിമാണ്. മാത്രല്ല എന്റെ നാട്ടുകാരനാണ്, ഈസ് മൈ ബ്രദർ ആൻഡ് ഐ എം പ്രൗഡ്. എന്താ പറയുക, ഇത്രയും വലിയ പണികൾ എടുത്തിട്ട് ഓന് ഇത്രയും യങ്ങിലെന്നെ എല്ലാവരും മേക്കിംഗ് പ്രൗഡ് സിനിമകൾ ചെയ്തു. അത് നല്ല അടിപൊളിയായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. എന്നാലും ഡബ്സിനെ ഞങ്ങൾക്ക് സിനിമ കാണാൻ പറ്റും. ഒരു നായകൻ അല്ലെങ്കിൽ ഒരു വില്ലൻ. എനിക്ക് നമ്മുടെ കണ്ണൂർ സ്ക്വാഡിലെ വില്ലനില്ലേ, പേര് ഞാൻ പറഞ്ഞു, എനിക്ക് ആ മൂപ്പരെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഡബ്സിനെ പറഞ്ഞു അഭിനയിക്കാൻ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ കുറെ പടം കിട്ടിയിരുന്നു. സത്യം ഇനിത് തള്ളാം അങ്ങനെ വിചാരിക്കണം അഭിനയിക്കാൻ. അപ്പൊ ഞാന് പൂതിയുണ്ട് വെച്ച് പേടിയുണ്ട്, പൂതിയുണ്ട്. അല്ലാതെ
പൂതിണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് പോലെ. അപ്പൊ രണ്ടും ഉണ്ട്. പിന്നെ കുറച്ച് പേരൊന്നും വെളിപ്പെടുത്താൻ കഴിയില്ല. 2, 3, 4 പടം റീസെന്റ് ഇപ്പോഴുള്ള പടത്തിന് എന്നെ വിളിച്ചു. ചെറിയ വേഷങ്ങളായിട്ടും അല്ലെങ്കിൽ ഒരു ഡോൺ ആയിട്ട് ഒരു പടത്തെ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. കുട്ടി ഡോൺ പിന്നെ അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ നുണ പറയുന്നില്ല. ഇൻഷാല്ലാ ഈ വർഷം ഇറ്റ്സ് ഗോയിങ് ടു ബി ഹാപ്പൻ ഹോപ്പ്ഫുള്ളി. അതിന്റെ ഒരു പരിപാടിയിലേക്ക് കടന്നിക്കണം. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ അത് സെക്കൻഡ് സ്റ്റേജിലാണ് പ്രോസസ്സിങ്ങിലുള്ളത്. ഹോപ്പ്ഫുള്ളി ഇൻഷാല്ലാ. ഇപ്പൊ ഈ മിസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ കുറച്ച് പടങ്ങള്, അതിപ്പോ ഏതായാലും ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ. അതില് ഒരുപാട് ഇറങ്ങി, ഒരുപാട് ഇപ്പൊ ഇറങ്ങാനായിട്ട് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുൾ പരിപാടി ആയിട്ട്. അപ്പൊ ഇറങ്ങിയ പടം കണ്ടു കഴിഞ്ഞപ്പോ ആലോചിച്ചായിരുന്ന ഞാൻ തന്നെ അഭിനയിച്ചാൽ മതി? ഇല്ല അങ്ങനെ വെച്ചാല് ഞാന് ഇന്ത്യയിൽ കുറെ ഇപ്പൊ ഞാനൊരു 4 തമിഴ് പാട്ട് എന്ന് പറയുമ്പോ കിടലൻ. ഇത് ആർട്ടാണ്. ആർട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് യു ഒരുപാട് പ്രശ്നങ്ങൾക്ക് കൊണ്ടുവന്ന് എനിക്ക് കഴിഞ്ഞ കാലം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ജി വി പ്രകാശിനെ പോയി കണ്ട് പണിയെടുത്തു, സായ ഭയങ്കരനായിട്ട് പോയി പണിയെടുത്തു, റഹ്മാൻ സാറിനായിട്ട് പോയി പണിയെടുത്തു. അതുപോലെ തന്നെ ഞാൻ എല്ലാ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോയി. അവര് യുവൻ ശങ്കർ രാജ സാറിനായിട്ട് ഇവരെല്ലാരും ഞാൻ പോയി സ്റ്റുഡിയോ പോയി കണ്ട് ഈ പാട്ടിച്ച് വർക്ക് ചെയ്യണം. സന്തോഷ് നാരായൺ സാറിനായിട്ട് ഈ ട്രാക്കുകളൊക്കെ ഇറങ്ങോ ഇറങ്ങാതെക്കോ ഇറ്റ്സ് സെക്കൻഡ്. അവരെന്നെ വിളിച്ചു, ഐ ഗോൺ ദർ. ആ ഒരു കണ്ടന്റിന് വേണ്ടി വിളിച്ച് ഞാൻ പോയി ചെയ്തു എന്നുള്ളിടത്താണ് ഞാനൊരു ചങ്ങരംകുളം ഫ്രം കേരള ഐ ഗോൺ ദർ. ഒരു പറയപ്പെടാൻ ഇല്ലാത്ത അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത നമ്മള് ട്രെയിനിലൊന്നും ആ ഒരു അതാണ് എന്റെ കിക്ക്. ഇറങ്ങി അതാണ് നേരത്തെയും പറഞ്ഞു. ആ പ്രോസസ് രസം. ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മുടെ സിത്താര ചേച്ചിയുടെ നടുപേജ് കീറി ആ പാട്ട് ഇറങ്ങിയല്ലോ, ഭയങ്കര ട്രോളായിരുന്നു. അതായത് കമ്പയർ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിനോദയാത്രയിലെ ഗണപതി പാടൂലേ, പാലും പാടും റിപ്പീറ്റ് ചെയ്യണത് അതേപോലെ. പക്ഷെ ആക്ച്വലി ഗൈസ് നിങ്ങൾ ആ പാട്ടിന്റെ തുടക്കം കേൾക്കണം. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് പറയുന്നത് ആ തുടക്ക സാധനമല്ലോ, ചെറുകഥ പോലൊരു നിൻചിരി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങളുടെ വിചാരം മറ്റേ നടുപേജ് കീറി അത് മാത്രം അതിന്റെ വരി എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അത് ഇറങ്ങുമ്പോ മൂസിക്ക എന്ന് പറയുമ്പോ ഞാൻ ഏറ്റവും അഡ്മയർ ചെയ്യുന്ന ഒരു പോയറ്റായിട്ട് മുപ്പരൊക്കെ ഡയറക്ഷൻ വൈസ് എല്ലാത്തിലും മുപ്പര വേറെ. പക്ഷെ എനിക്ക് ആ മുപ്പര ഒരു ലിറിക്കിങ് ഏരിയ ഉണ്ട്. അതിൽ ലിറിക്കിങ് എന്നാണ് ഞാൻ ഇങ്ങനെ വെച്ചാല് പദപ്രയോഗം പദപ്പേറ്റ് ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് ഒരു വാക്കിനെടുത്ത് അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ച് ആകെ സൈഡാക്കിയിട്ടുള്ള ആ ഒരു പരിപാടി ഉണ്ട്. അതൊരു ഒരൊറ്റ വാക്കിൽ നിന്ന് ഒരുപാട് ഇപ്പൊ നേരത്തെ ഇജല്ല ജല്ല ജല്ല ജില്ല ജല്ല ചൊല്ല ഇതൊരു അതൊരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങളവിടെ ഇപ്പൊ പാലും പഴവും അവിടെ ഓടുമ്പോ ഞങ്ങളെ നാട്ടില് ഞങ്ങള് പറയും ആറ് അതിന്റെ ബെസ്റ്റ് പറഞ്ഞു. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പടച്ചു വിടേണ്ട. ആറ് ഒരു ദിവസം സ്കൂളിലേക്ക് പാട്ടാടി വചനോത്സവത്തിന് പാടുമ്പോ സോനാരേ സോനാരേ സ്വർണ്ണ നിലാവതലഞ്ഞില്ലേ സോനാരേ സോനാരേ ഓൺലി സോനാരേ 16 പക്ഷെ അതുപോലെ അല്ലേ ഇത്. അതിന് ആവർത്തന ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഓരോരോ കർണാട്ടിക്കിലും അങ്ങനെയുള്ള ഒരുപാട് മ്യൂസിക് ഇതിലൊക്കെ ഒരു വാക്കുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ പല എക്സ്പ്രസ് അതാണ് ഇതിൽ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്നോട് പാടാൻ പറഞ്ഞു, ഞാൻ പോയി പാടി നടുപ്പേജ് കീറി. ഇപ്പൊ ഞാൻ പറയണ ആ ചെറുകഥ പോലെ ആ ഒരു 3 വരി മാത്രം ഒന്ന് പാടാൻ പറയുകയാണെങ്കിൽ ഞാൻ പാടും. ചെറുകഥ പോലൊരു നിൻചിരിയാലേ ഉള്ളിലൊരു നോവൽ അതിനുള്ളടക്കം ഉള്ളടക്കം ഉള്ളിലടക്കം ആ മുഖത്ത് കണ്ട കാര്യം ആ മുഖത്തിൽ കണ്ടു 2 പേർക്കും കൊണ്ട കാര്യം 2ാം പേജിൽ കണ്ടു. അങ്ങനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള അങ്ങനെ താളുമറിഞ്ഞ് നടുപ്പേജ് കീറി. അതായത് ഒന്നും അങ്ങോട്ട് എടുക്കുന്നു ചിങ്ങോട് പാടാ നടുപ്പേജ് കീറി. അപ്പൊ ഞാൻ നടുപ്പേജ് കീറി എന്ന പാട നല്ലോണെങ്കിൽ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രേമാണെങ്കിലും തല്ലാണെങ്കിലും ഇത് കൊടുത്താൽ മേടിക്കുക കൊടുക്കുക മേടിക്കുക എന്നുള്ളൊരു സാധനമാണല്ലോ. ഡബ്സിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇന്റർനാഷണൽ റാപ്പർ എനിക്ക് മൂപ്പരോടൊപ്പം കൊളാബ് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടുള്ളത്? എനിക്ക് വർക്ക് ചെയ്യണമെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു പാടായിരിക്കും. പിന്നെ അങ്ങനെ അഡ്മയർ ചെയ്തൊരു മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ നുസ്രത് ഫത്തഹ് അലി ഖാൻ ടു എ റഹ്മാൻ, then it come to വിദ്യാസാഗർ, ദീപക് ദേവ്. ആ ഒരു സാധനത്തിൽക്കാണ് ഞാൻ ജനിച്ചു വളർന്നതിന്റെ പഴയ മ്യൂസിക്കും പുതിയത്.
എൻ്റെ ഏറ്റവും വലിയ പൂതിയായിരുന്നു ഇപ്പൊ ഈ പറഞ്ഞ ഇറങ്ങിയില്ലേ എന്നുള്ളത്. അല്ലെങ്കിലും കൂടെ എനിക്ക് ഇപ്പൊ അൽഹംദുലില്ലാ റഹ്മാൻ സാറിന്റെ കോള് വന്നു, അവിടെ പോയി എനിക്ക് പാട്ട് പോയി പാടാൻ കഴിഞ്ഞു. ഫസ്റ്റ് ഒരു കോളിൽ എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ അതൊക്കെയായിരുന്നു എന്റെ പീക്ക്. ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഇപ്പൊ എന്റെ റീസെന്റ് എനിക്ക് വർക്ക് ചെയ്യാൻ നല്ല പൂതി ഉണ്ട് എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഒരു പക്ഷേ അരിജിത് സിംഗ് ആയിരിക്കും. ഇപ്പൊ നാളെ ഞാൻ ഡബ്സിന് ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് എന്റെ 2 കൂട്ടുകാർ എന്നോട് കാര്യം ചോദിച്ചായിരുന്നു. അതായത് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേരായിട്ട് അവർക്ക് ഡബ്സിനെ ഒന്ന് കാണണം. ഒന്ന് ഹനുമാൻ കൈൻഡ്. ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാല്. ബിഗ് ഡോഗ്സിന് മുന്നുള്ള പാട്ട് അവന്റെ ആൽബത്തിലുള്ള ഒരു പാട്ടിന് എനിക്ക് അയച്ചെന്നു. ഞാനതുപോലെ ഒരു നല്ലൊരു എന്താ പറയാ ഒരു കർണാട്ടിക് എലിമെന്റ്സ് ഉള്ള ഒരു മറ്റേ പൊട്ടൻ പറ കളി അങ്ങനത്തെ ഒക്കെ ഉള്ള പാട്ടിന്റെ ഒരു എക്സ്റ്റൻഡഡ് സാധനം കൊടുത്തു. അവനത് ഓക്കെ. പിന്നെ ചില ആർട്ടിസ്റ്റുകളുടെ ടൈം എന്ന് പറഞ്ഞാൽ അവനെ കാസ്റ്റ് ചെയ്തതിൽ ഒരു കണക്കില്ല. വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ലൈക്ക് അത്രയും എനിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടൊരു ക്ലാരിറ്റി ഭയങ്കര വ്യക്തത ഉള്ള ഒരു ക്യാരക്ടറുള്ള ആൾക്കാരാണ് MC കൂപ്പർ ആണെങ്കിലും. എൻ്റെ എല്ലാവരും ഐ മീൻ പരിമളാണെങ്കിലും ശരി, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ അപ്പുറത്ത് മലബാർ ഇതായിട്ട് ഇങ്ങനെ പറയില്ല. ഇപ്പൊ ഫെജബിർക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു അത്ര അധികം ഹാർഡ് വർക്ക് ചെയ്തതിന്റെ റിസൾട്ടിലാണ് അവരവരെ വിശ്വസിച്ചതിന്റെ ഒരു ഇതിലാണ് 10 years 15 ഇപ്പൊ എല്ലാവർക്കും ബിഗ് ടോക്സ് എന്നുള്ള ആ ഒരു പാട്ടും പിന്നെ അയിൽമാൻകൈൻഡ് അങ്ങനെ ഉണ്ടായിരുമാൻകൈൻഡ് അല്ല, അവന് അത്രയും വർക്ക് ചെയ്തിരിക്കുന്നു. കാലങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ നിന്നാലൊരു സാധനം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടും എന്നിട്ടും പുറത്തു പോയിട്ടും വരുമ്പോൾ അവരൊക്കെ റെപ്പ് ചെയ്തിരുന്നത് ഈ മലയാളം ഇവിടുത്തെ സൗണ്ടും ഞാൻ ജനിച്ചു വളർന്നു ആ ഒരു സാധനം. പിന്നെ നമ്മളിങ്ങനെ എപ്പോൾ കാണുമ്പോഴും ഭയങ്കര ആ ഒരു റാപ്പ് 91 അങ്ങനെയൊക്കെയുള്ള സാധനത്തിൽ കണ്ടിരുന്നു. ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഹി ഗോൺ. അപ്പൊ ആ പാട്ട് ഇറങ്ങിപ്പോയി. അതും ഞാൻ ഏത് പാട്ടാണെന്ന് അറിയില്ല. It's there in the Spotify and all, and he knows ഏതാണ് ആ ട്രാക്ക് എന്നുള്ളത്. ഇന്റർവ്യൂ ഹനുമാൻ കൈൻഡ് കാണുവാണി I know like അങ്ങനെ ഇനി വളരട്ടെ കുറെ. It will happen. സമയമാകുമ്പോ സംഭവിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവനും അറിയാം. രണ്ടാമത്തെ ആള് ഹനാൻഷ ആയിരുന്നു. ഹനാൻഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ മാതിരി ഒരേ പെരയിലുള്ള അപ്പുറത്തുള്ള റൂം എന്ന് പറയുന്ന കഥ. ഒരേ ബ്രിക്ക് ഫൗണ്ടേഷൻ ആണ്, ഒരേ ഇഷ്ടിക പടുത്തുണ്ടാക്കിയ സാധനങ്ങൾ. ചെലോണിട്ട് 2 പാട്ട് ഇപ്പൊ എനിക്ക് അയച്ചു, എനിക്ക് ഇഷ്ടമായി. ഡബ്ബമാലയിൽ ഒരു പാട്ടും പാടുന്നുണ്ട്. അത് ഒരു പാട്ടിന്റെ പേരൊക്കെ ഇപ്പൊ പറയണമെന്നുണ്ടോ ഞാൻ പറയുന്നില്ല. എന്തായാലും അതിലൊരു കുഞ്ഞുണ്ട്. ഇറ്റ്സ് നോട്ട് കുഞ്ഞിട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യണേക്കുമ്പോ ഒരു ചെറിയൊരു ഗെയിം കളിക്കാം. അറിയുന്ന കളിയാണോ? ഇത്രേ ഉള്ളൂ. ഞാൻ കളിക്കില്ല. ഡബ്സിന്റെ തന്നെ 10 പാട്ടുകൾ ഞാൻ പറയാം, ഒന്ന് റാങ്ക് ചെയ്താൽ മതി. ആദ്യത്തെ പാട്ട് മണവാളം തഗ് 3, മലബാറി ബാംഗർ ഓഫ് കോഴ്സ് 5, പൊട്ടൻ 6, ഊര 9, ഇലുമിനാറ്റി. I'm not talking about the സ്വീകാര്യത for me as a creator. 3 ഫ്രീ അല്ലേ? 3 ഫ്രീയാ. 3. അച്ചാറ് 4. മാരിജൻ 2. ഓക്കെ. ശുണ്ടാമണ്ടി കുടുങ്ങിയാലോ ഇതൊക്കെ ഞാൻ എഴുതിയതാക്കിന്ന് വെച്ചാൽ 7, 8 ഒന്നാമത്തെ ഇപ്പോഴും ലെഫ്റ്റ് ആണ്. എനിക്കത് അറിയണ്ടത്. ബല്ലാത്ത ജാതി ഓൾസോ അണ്ടർ. ഓക്കെ. കൽബം കെട്ടി ഫസ്റ്റ് പറയാവുന്നല്ലേ? അലിഫ് എനിക്ക് അലിഫ് 100 എഡിഷൻ താക്കത്ത് അങ്ങനെ ഒരു സീരീസ് ഓഫ് ട്രാക്കുകൾ ഉണ്ട്. അതിലാകെ ഇറങ്ങിയത് അലിഫാണ്. ഇതുവരെ ഞാൻ എവിടെ അപ്ഡേറ്റ് ചെയ്യാത്തൊരു സാധനം അലിഫ് ഡബ്ബമാലയുടെ ഫസ്റ്റ് പാട്ടാണ്. അത് അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്ത് പോന്നിട്ടുള്ളത്. അപ്പൊ അത് ആൽബം 12 പാട്ട് ഇറങ്ങുമ്പോൾ മാത്രമേ എനിക്കത് പിന്നെ ചെയ്യാൻ കഴിയുള്ളൂ. അലിഫ് ഓൾവേസ് എപ്പോഴും ഭയങ്കരമായിട്ട് ഇതാക്കുന്ന ഒരു ട്രാക്കാണ്. എന്തായാലും അച്ചാർ ഇറങ്ങിയിരിക്കുകയാണ്. പ്രേക്ഷകരോട് എന്താ പറയാ? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ പറയാനുള്ള മക്കളെ. താങ്ക്സ് ഒന്നും പറഞ്ഞാലൊന്നും തീരൂല, ഒരു ലോഡ് സ്നേഹം എന്ന് പറഞ്ഞാലും തീരൂല. എന്തായാലും കടപ്പാട് നിങ്ങളൊക്കെ ആ ഒരു സപ്പോർട്ട് ആൻഡ് എന്താ പറയാ ആ ഒരു സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ട് ഇതുവരെ ഇങ്ങനെ വന്ന് ഇങ്ങനൊക്കെ ആയി. ഇനിയും കുറച്ചൊക്കെ പോവാണ്ട് തോന്നണു. പീസ്, ഗോഡ് ബ്ലസ് മലബാർ അച്ചാർ. അപ്പൊ ഇനിയും ഒരുപാട്
കുട്ടികളൊക്കെ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുന്നത്. നേരെ സഹിച്ചതിന് എനിക്കിതൊക്കെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അല്ലേ അങ്ങനോട് പറയാ